മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് മാടായിക്കാവ് അഥവാ തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ദിവസമായ പൂരം നാളിൽ നടത്തുന്ന പൂരം കുളി കാണാൻ വന്നതാണ് ഞങ്ങൾ. ആചാര അനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഈ ഭഗവതി ക്ഷേത്രം ഉത്തര മലബാറിലെ ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃത്വം കൂടിയായി കണക്കാക്കുന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും മാടായിക്കാവിൽ നിന്ന് വിഗ്രഹം ആറാട്ട് ചടങ്ങ് നടത്തുന്ന മാടായി ശ്രീ വടുകുന്ത ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിരുന്നു. പൂരം കുളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവിടെയാണ് നടത്തുന്നത്. പൂരം അവസാനിക്കുന്നത് വടുകുന്ത തടാകത്തിലെ പൂരം കുളിയോടുകൂടിയാണ്. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് പൂരം നക്ഷത്രത്തിലാണ് ഉത്സവം സമാപിക്കുന്നത്. ആകെ 7 ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. ഉത്സവത്തിൻ്റെ ആദ്യ ദിവസമായ കാർത്തിക നക്ഷത്രത്തിലാണ് കൊടിയേറ്റ് നടത്തുന്നത്. ഉത്സവ ദിവസങ്ങളിൽ കാമദേവന്റെ പ്രതിമ വീടുകളിൽ സ്ഥാപിച്ച് അവിവാഹിതരായ യുവതികൾ പൂജ നടത്തുന്നു. അവരുടെ വിവാഹ സാക്ഷാത്കാരത്തിനായി കാമദേവനെ പ്രാർത്ഥിക്കുന്ന ഈ ആചാരം കാമദേവന്റെ പുനർജന്മവുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കപ്പെടുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാടായിക്കാവ് ക്ഷേത്രത്തിൽ മാംസം നൈവേദ്യമായി സമർപ്പിക്കുന്നു. ദാരുകൻ എന്ന അസുരനെ കൊല്ലാൻ ശിവൻ ഈ ദേവിയെ സൃഷ്ടിച്ചുവെന്നും സപ്തമാതൃകളോടൊപ്പം അസുരനെയും കൊന്ന ശേഷം ഈ ദേവി ആ സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിച്ചുവെന്നും ഒരു വിശ്വാസമുണ്ട്. ശിവൻ അവളുടെ ആഗ്രഹം നിറവേറ്റി. ഇന്നും അവളെ ശിവന്റെ മകളായി കണക്കാക്കുന്നു. എന്നാൽ മറ്റൊരു കഥ പറയുന്നത് ഈ ദേവിയെ ആദ്യം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠിച്ചതെന്ന്. എന്നാൽ ആരാധനയ്ക്കിടെ ദേവിക്ക് മാംസം സമർപ്പിക്കണമെന്ന് ദേവി ആഗ്രഹിച്ചതിനാൽ മാടായിയിൽ ഒരു പ്രത്യേക ക്ഷേത്രം നിർമ്മിക്കുകയും വിഗ്രഹം അവിടേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ്. പൂരം കുളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ കാണാൻ പൂരക്കടവിൽ ഭക്തജനസാന്ദ്രമായിരുന്നു. മാടായി വടുകുന്ത ശിവക്ഷേത്രം നിർമ്മിച്ചത് കോലത്തിരി രാജാക്കന്മാരാണെന്ന് കരുതപ്പെടുന്നു. മധ്യകാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. 8-ാം നൂറ്റാണ്ടിൽ ഏഴിമല ഭരിച്ചിരുന്ന മൂഷക സാമ്രാജ്യത്തിൻ്റെ ഒരു ശാഖയായിരുന്നു കോലത്തിരി രാജ്യം. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജവംശത്തിൻ്റെ ഒരു ശാഖ മാടായിയിലേക്ക് കുടിയേറി പാർത്തു. മാടായി അക്കാലത്തെ ഒരു പ്രധാന തുറമുഖവും വാണിജ്യ കേന്ദ്രവുമായിരുന്നു. ഏഴിമലയ്ക്ക് 4 കിലോമീറ്റർ കിഴക്കാണ് മാടായി. കടൽ നിരപ്പിൽ നിന്നും 150 അടി പൊക്കമുള്ള പീഠഭൂമിയായ മാടായിപ്പാറയിൽ ഇവർ കോട്ടകളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ കഴിയുമെന്നത് ആയിരിക്കണം ഈ സ്ഥലം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. മാടായിപ്പാറയുടെ തെക്കുവടക്ക് മൂലയിൽ സ്വയംഭൂവായി എന്ന ശിവലിംഗം കണ്ട് ഇവിടെ ശ്രീ വടുകുന്ത ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം.
പൂരം കുളിക്ക് ശേഷം ഞങ്ങൾ ചന്ത കാണാൻ ഇറങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ചന്തയിൽ. അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി ഞങ്ങൾ 1-2 സാധനം മേടിച്ച് അമ്പലത്തിൽ നിന്നിറങ്ങി.